ഇന്ന് നമുക്ക് കൊച്ചുമത്തിയാണ് കിട്ടിയത്. കൊച്ചുമത്തി കറി വെക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് നമുക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരുവി എടുക്കുവാണ് ഞാൻ. ഒറ്റ കൈ ഫോൺ വെച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെ കൊച്ചുമത്തി കഴുകി വൃത്തിയാക്കി കാന്താരി വെച്ചിട്ടാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. അതിന് കാന്താരി പറിക്കാൻ പോകുമായിരുന്നേ. അങ്ങനെ കാന്താരിയൊക്കെ പറിച്ച് ഞാൻ വരുക. എന്താ കാന്താരി എന്താ, അതിനുള്ള ആവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തേ. ഉള്ളി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചീമപ്പുളിക്ക് വേണ്ടി പോകുവാന്നേ. ചീമപ്പുളിക്ക് അപ്പുറത്തെ വീട്ടിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ചീമപ്പുളി ഇല്ല, 2-3 എണ്ണമേ ഉള്ളൂ. അതാ ചേച്ചി കൊപ്പോടെ ഒടിച്ചിങ്ങി തന്നു. അതിനകത്താകെ 3 എണ്ണം. അതും കൊണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അയ്യത്ത് കിടക്കുന്നതുണ്ട്. അതും പറിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എങ്ങനെ ചീമപ്പുളിയും പറിച്ച് പെരയ്ക്കകത്ത് വന്നു. ഇതിനകത്ത് അമ്മ തേങ്ങയ്ക്കകത്ത് ഇഞ്ചി കൊത്തി അരിഞ്ഞ്, പിന്നെ തക്കാളി അരിഞ്ഞ്. തക്കാളി സാധാരണ ഇതിൽ തോരന് ഇടാറില്ല, പക്ഷേ ചീമപ്പുളി ആയതുകൊണ്ടാണ് നമ്മളിന്ന് തക്കാളി യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടമുളകാണ് കേട്ടോ, പഴുത്ത ഉണ്ടമുളക്. അതും അരിഞ്ഞിട്ടു. അതിനകത്ത് പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ചുമന്ന കളറിയിരിക്കും. ഇവിടെ നമ്മളതിന് വേകുമ്പോൾ ഒരു മഞ്ഞ കളറി വരും കേട്ടോ. പിന്നെ ചീമപ്പുളി അരിഞ്ഞിട്ട്, ഇതിന് ചീമപ്പുളി എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ നാട്ടിൽ ഓരോ പേരാണ്. ഇലിമ്പപ്പുളി എന്നൊക്കെ പറയും, പക്ഷേ നമ്മളിവിടെ പറയുന്നത് ചീമപ്പുളി എന്നാണ്. അങ്ങനെ കരിയാപ്പിലയൊക്കെ ഇട്ട്, കറിവേപ്പിലയാണ് നമ്മൾ സംസാര ഭാഷ, കരിയാപ്പിലയാണ്, അതുകൊണ്ടാണ് കരിയാപ്പില എന്ന് പറഞ്ഞു. അതൊക്കെ ഇട്ട്, പിന്നെ ഉള്ളി സാധാരണ ചതച്ചായിരുന്നു ഇടുന്നത്. ഇപ്പോൾ ഇന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞങ്ങിട്ട്, എന്നിട്ട് ചതപ്പിനകത്ത് നമ്മൾ കാന്താരി അതിൻ്റെ ഞെട്ടെല്ലാം പിച്ചിയിട്ട് ഇതിനകത്ത് ചേർത്ത് ചതച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാന്താരിയും ഇഞ്ചിയും തേങ്ങയും കരിയാപ്പിലയൊക്കെ ഇട്ട് ചതച്ച ചതപ്പാണ് നമ്മൾ ഈ മീനിൻ്റെയും ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ കൂടെ ചേർത്തിട്ട്, അത് നല്ല അതിൻ്റെ എല്ലാ ചതപ്പും അങ്ങനെ എടുത്ത് അതിനകത്ത് ചേർത്തിട്ട് നമ്മൾ വെള്ളവും ഉപ്പും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പിട്ട് വെള്ളം ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ വെള്ളം ശരി അങ്ങ് കൂടിപ്പോയി. അത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു. ആദ്യം ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു, പക്ഷേ ഇനിയും കുറച്ചുകൂടെ വേവട്ടെ, നല്ല വെന്ത് പറ്റട്ടെ എന്നും പറഞ്ഞ് രണ്ടാമതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിച്ചത് അല്പം കൂടിപ്പോയി. അത് കാണിച്ചു തരാം. കണ്ട, ഇച്ചിരി കൂടിയില്ലേ? അത്രയും വേണ്ടിയിരുന്നില്ല. സാരമില്ല, നമ്മളല്ലേ കഴിക്കുന്നേ. പിന്നെ വിറകടുപ്പിലാണേ വെക്കുന്നത്, തിളയ്ക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും വെളിയിലൊരു സൗണ്ട് കേട്ട്, കുറച്ച് കാക്കകളുടെ ബഹളം. എൻ്റെ ആത്തയ്ക്കെല്ലാം പുഴുവാണോ ഉറുമ്പാണോ എന്തോ കുരുടിയിരിക്കുന്നു. മേളിൽ നിന്ന് സീതപ്പഴം തനിയെ പകുതി താഴെ വീഴും. അടുത്തത് നോക്കുമ്പോൾ ഉണ്ട് കറുത്ത പാട്, സീതപ്പഴം ഫുള്ളും കറുത്തിരിക്കും. എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അസുഖമാണോ രോഗമാണോ അറിയാവുന്നവരൊന്ന് പറയണേ. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. വേറെ നോക്കിയുണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് മാത്രം ഒരുമാതിരി എന്തോ ഒരു വല്ലാതെ ഇരിക്കുന്നു, കേടായതുപോലെ. അതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ മുളക് നീല നിറത്തിലുള്ള നീണ്ട മുളക്, ഉണ്ടമുളകല്ല, നീണ്ടിരിക്കുക. നല്ല എരിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയൊക്കെ ഉടയ്ക്കാൻ, ചീനിയുടെ കൂടെ, ചീനി പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ വയറിൽ വിശപ്പിൻ്റെ വിളി കാരണം ഞാൻ പറ്റാനൊന്നും നിന്നില്ല. അത് മധുരക്കിഴങ്ങിൻ്റെ കൂടെ ചമ്മന്തിയും കൂട്ടി മീൻതോരൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.